പി.കെ. ശശിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. ശശിയും ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ളത് വ്യക്തിപരമായ പ്രശ്നമാണോ എന്ന് അവരാണ് പറയേണ്ടതെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസ് പറഞ്ഞു. അതേസമയം ശശിക്കും സതീഷിനുമെതിരെ വിമതരും രംഗത്തെത്തി. സിപിഐഎമ്മിനെ വെല്ലുവിളിച്ചാണ് സിപിഐഎം വിമതർ കൺവെൻഷൻ നടത്തിയത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പി.കെ. ശശി രൂക്ഷമായ വിമർശനമാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. തുടർന്ന് ശശിയെ സിപിഐഎം പുറത്താക്കി. ശശി അമാനുഷികനല്ലെന്നും തെറ്റുതിരുത്താൻ അവസരം പാർട്ടി നൽകിയിരുന്നുവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പി.കെ. ശശി എന്നല്ല, ഏതൊരു പാർട്ടി സഖാവിനെയും എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ വരുമ്പോൾ ചർച്ച ചെയ്ത് കുറച്ചുകൂടി തിളക്കമാർന്ന പൊതുസമൂഹത്തിൽ മാതൃകയാകുന്ന സഖാവാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള സംഘടനാ രീതികൾ. അത് ശശിക്കും ആ രൂപത്തിൽ തന്നെയായിരുന്നു. നിങ്ങൾ പറയുന്ന പോലെ അമാനുഷികനായ ഒരു വലിയ കരുത്തുള്ള ഒരാളാണെന്നൊക്കെ ഈ മാധ്യമങ്ങൾ, നിങ്ങളിപ്പോഴുള്ള മാധ്യമങ്ങൾ ചില വാക്കുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചാർത്തി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. പി.കെ. ശശിക്കെതിരെ സിപിഐഎം നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ലാളനയും പിന്തുണയും കിട്ടിയ നേതാവാണ് ശശിയെന്നും തെറ്റുതിരുത്തിയാൽ പി.കെ. ശശിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസ്. വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയും ലാളനയും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളന കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളന കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ വേറെ ഒരു നേതാവ് ഉണ്ടാവില്ല. അതേസമയം ശശിയെയും സതീഷിനെയും അനുകൂലിക്കുന്ന വിമതരുടെ നീക്കത്തിനെതിരെ സിപിഐഎം വിമതർ രംഗത്തെത്തി. ശശിയെ അനുകൂലിക്കില്ലെന്ന് ഒറ്റപ്പാലത്തെ സിപിഐഎം വിമത നേതാവ് SR പ്രകാശ്. അതിൽ പങ്കെടുത്തവരും അതിൽ പ്രസംഗിച്ച ആളൊക്കെ പറയുന്നത് ഇതൊരു മാർക്സിസ്റ്റ് കൂട്ടായ്മയാണ് എന്നാണ്. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അത് കേട്ടപ്പോൾ വലിയ കഷ്ടം തോന്നി. അതോടൊപ്പം തന്നെ നല്ല തമാശയായിട്ടും തോന്നി. ആരുടെയും അടിമയായി പ്രവർത്തിക്കാതിരിക്കുക, കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കുക, പൊതുപ്രവർത്തനം നടത്തുക. വളരെ സംതൃപ്തി നൽകുന്ന പൊതുപ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് തുടരും. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ആലോചനയും നടത്തേണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കൊഴിഞ്ഞാമ്പാറയിലെ വിമത നേതാക്കൾ വീണ്ടും സിപിഎമ്മിലേക്ക് തിരിച്ചെത്തി. പെരുമ്പാറച്ചള്ള പാൽ സൊസൈറ്റി ഡയറക്ടർ S കാർത്തിക്കാണ് സിപിഎമ്മിൽ തിരിച്ചെത്തിയത്. വിമതനായി ജയിച്ച കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് അംഗം N വിജയാനന്ദനും സിപിഎമ്മിൽ തിരിച്ചെത്തിയിരുന്നു. കൊഴിഞ്ഞാർ പഞ്ചായത്തിൽ 10ാം വാർഡാണ്, പാറമഞ്ചള്ള പറയുന്ന പ്രദേശമാണ്. ഇതിലെ എല്ലാ വാർഡിലുള്ള എല്ലാ അംഗങ്ങളും തിരിച്ച് പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ അവിടുത്തെ മോടമ്പടി ക്ഷീര ഉൽപ്പാദന സംഘത്തിൽ 7 ഡയറക്ടർമാരിൽ 6 പേരും ഭരണസമിതിയും 6 ഡയറക്ടർമാരും പ്രസിഡന്റ് ഉൾപ്പെടെ പാർട്ടിൻ്റെ കൂടെ ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ സിപിഐഎം ഡിവൈഎഫ്ഐ നേതാക്കളും രംഗത്തെത്തി. ശശിക്കൊപ്പം നിൽക്കാത്തവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ പറഞ്ഞു. ശശി വിഭാഗീയതയുടെ നേതാവാണെന്ന് സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ വിമർശിച്ചു. പാർട്ടി ഓഫീസ് ഫണ്ടും ബാങ്കിലെ പണവും കട്ടതിനാണ് ശശിയെ തരം താഴ്ത്തിയതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീനും പ്രതികരിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് മലയാളം, പാലക്കാട്.